ഉമ്മ പിന്നെ നമ്മുടെ ക്ലാസ്സിലെ രാഹുൽ ഇല്ലേ? ഏത് രാഹുൽ? മറ്റേ തടിയൻ, മനസ്സിലായില്ല? മറ്റേ ഡോക്ടറുടെ മോനോ? ആ അത് തന്നെ. അങ്ങനെ പറഞ്ഞാ പോരെ? അതിനവരെന്തിനാ തടിയനെന്ന് പറയുന്നത്? എല്ലാരും രാഹുലിനെ അങ്ങനെയാണല്ലോ പറയുന്നത്. എല്ലാരും പറഞ്ഞു കേട്ടോ, മോൻ പറയണ്ട. മോനാരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? എന്നെ വെള്ളപ്പാറ്റാന്ന് വിളിക്കാറുണ്ട്. അന്നേരം ഇഷ്ടമാണോ? ഭയങ്കര സന്തോഷമാണോ ഈ വെള്ളപ്പാറ്റാന്ന് കേൾക്കുമ്പോ? അല്ല, വിഷമം. വിഷമല്ലേ? അതിനെയാണ് നമ്മൾ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. ഒരാള് അയാളുടെ ഏതെങ്കിലും ബോഡി പാർട്സ് വെച്ചിട്ടോ, കറുമ്പൻ, തടിയൻ, എല്ലൻ, അല്ലെങ്കിൽ ചട്ടുകാലൻ, അതൊക്കെ അവരുടെ ഫീച്ചർ അതാണ്. ഇപ്പൊ നമുക്കൊക്കെ ഓരോ പോലെ വ്യത്യാസങ്ങളില്ലേ എല്ലാ മനുഷ്യരിൽ നിന്നും. മോനെ പോലെയാണോ ഞാൻ? മോന്റെ കളറാണോ എനിക്ക്? മോന്റെ മുടിയാണോ എനിക്ക്? അല്ല, എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ പറ്റി പറയുമ്പോ അല്ലെങ്കിൽ അവരെ പറ്റി സംസാരിക്കുമ്പോ അത് ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് എ ബോഡി ഷേമിങ്. ബോഡി ഷേമിങ് ഭയങ്കര മോശമാണ്. നമ്മൾ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുമ്പോ അയാൾക്ക് സന്തോഷം നൽകുന്നത് പറയാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അയാളെ ബുദ്ധിമുട്ടിക്കാതെ, അയാളെ വിഷമിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തടിയാന്ന് വിളിക്കൂ രാഹുലിനെ? ഇല്ല, ഇനി വിളിക്കില്ല. അല്ല, ഇപ്പൊ വിളിക്കുമല്ലോ. വിളിക്കും. അപ്പം ശരിക്കും പറഞ്ഞ ആ കൊച്ചു എന്ത് നന്നായിട്ട് ചെസ് കളിക്കുന്ന കുട്ടിയാ. ആ ചെസ് കളിക്കുന്ന രാഹുൽ എന്ന് പറയാമല്ലോ, അതൊരു പോസിറ്റീവ് അല്ലേ? മറ്റേത് നെഗറ്റീവ് അല്ലേ? അപ്പൊ എന്റെ പൊന്നു മോൻ പറയരുത് കേട്ടോ. പിന്നെ മോന്റെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയണം, അങ്ങനെ പറയരുത്. ദാറ്റ് ഈസ് ബാഡ്, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയണം കേട്ടോ. അപ്പൊ ബോഡി ഷെയ്മിങ് ഈസ് എ വെരി ബാഡ് തിങ്. ബോഡി ഷെയ്മിങ്, ശരീരത്തിന്റെ ഭാഗങ്ങളെ പറ്റി പറഞ്ഞ് കളിയാക്കുക, ആ നിക് നെയിംസ് ഇടുക, ഇരട്ടപ്പേരിട്ട് വിളിക്കുക, അതിന്റെ പേരില്, ബോഡി ഷെയ്മിങ്ങിന്റെ പേരില്. ആ ബോഡി ഷെയ്മിങ് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന്റെ പേരില്, അത് ഭയങ്കര മോശം. നമുക്കത് ചെയ്യണ്ട കേട്ടോ. കഴിഞ്ഞ താങ്ക് യു. എന്തിനാ താങ്ക് യു? നിങ്ങൾക്ക് ആരെയും ഹെൽപ്പ് ചെയ്ത് തന്നാ താങ്ക് യു ചെയ്യണ്ടേ? അല്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ, പിന്നെ ഞാനായിട്ട് ചെയ്യുമ്പോ എന്തിനാ താങ്ക് യു പറയുന്നത്? പറയത്തില്ല. യു ആർ സോ സ്വീറ്റ്. ഓക്കെ.